ഹായ് ഫ്രണ്ട്സ്, PSC വിസ്ഡത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2024 മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സിന്റെ ഒന്നാമത്തെ ക്ലാസ് ആണ്. രാജ്യത്ത് ആദ്യമായി കായിക താരങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് നടപ്പാക്കിയ സംസ്ഥാനം. കേരളമാണ് രാജ്യത്ത് ആദ്യമായി കായിക താരങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് നടപ്പാക്കിയ സംസ്ഥാനം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പാക്കുന്ന ക്യാമ്പയിൻ. നെല്ലിക്കയാണ് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പാക്കുന്ന ക്യാമ്പയിൻ. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം. കൊച്ചിയാണ് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ISRO നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാം. യുവികയാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ISRO നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാം. സർക്കാർ രംഗത്തെ IT സംരംഭങ്ങൾക്കുള്ള 2024 ടെക്നോളജി സഭ അവാർഡിന് അർഹമായത്. കൈറ്റാണ് സർക്കാർ രംഗത്തെ IT സംരംഭങ്ങൾക്കുള്ള 2024 ടെക്നോളജി സഭ അവാർഡിന് അർഹമായത്. കേന്ദ്ര സർക്കാരിന്റെ നദീതട മാനേജ്മെന്റ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്ത നദികളിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട നദി. പെരിയാറാണ് കേന്ദ്ര സർക്കാരിന്റെ നദീതട മാനേജ്മെന്റ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്ത നദികളിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട നദി. ദേശീയ സുരക്ഷാ ദിനം. മാർച്ച് 4 ദേശീയ സുരക്ഷാ ദിനം. സംസ്ഥാനത്തെ ആദ്യ ജനമൈത്രി ചെക്ക് പോസ്റ്റ് നിലവിൽ വന്നത്. മറയൂരാണ് സംസ്ഥാനത്തെ ആദ്യ ജനമൈത്രി ചെക്ക് പോസ്റ്റ് നിലവിൽ വന്നത്. ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസ് 2024 വേദി. ഗുരുഗ്രാം ആണ് ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസ് 2024 വേദി. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലെ ആദ്യ വനിതാ സ്നൈപ്പർ. സുമൻ കുമാരിയാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലെ ആദ്യ വനിതാ സ്നൈപ്പർ. 21ാമത് ബയോ ഏഷ്യ ഉച്ചകോടി 2024 വേദി. ഹൈദരാബാദ് ആണ് 21ാമത് ബയോ ഏഷ്യ ഉച്ചകോടി 2024 വേദി. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ. ഓർഡർ ആണ് ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ. ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച ആപ്പ്. ഹരിതമിത്രമാണ് ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച ആപ്പ്. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ നിലവിൽ വന്നത്. കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ നിലവിൽ വന്നത്. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന സർക്കാർ OTT പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനം. കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന സർക്കാർ OTT പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനം. മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത്. സാറ ജോസഫ് ആണ് മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത്. എസ്തേർ എന്ന നോവലിനാണ് അവാർഡ് ലഭിച്ചത്. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം. കേരളമാണ് മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം. വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ടും
നഗര കേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകാനുമായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി. ക്വിക്ക് സർവാണ് വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ടും നഗര കേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകാനുമായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി. നാറ്റോയിലെ 32ാമത് അംഗമായ രാജ്യം. സ്വീഡനാണ് നാറ്റോയിലെ 32ാമത് അംഗമായ രാജ്യം. 2024 മാർച്ച് 8-ന് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത പ്രശസ്ത എഴുത്തുകാരി. സുധാ മൂർത്തിയാണ് 2024 മാർച്ച് 8-ന് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത പ്രശസ്ത എഴുത്തുകാരി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.